ആരാ നമ്മുടെ അച്ഛനെ ഇല്ലാതാക്കിയത്? നിന്റെ ഭർത്താവ് സിദ്ധാർത്ഥൻ. എന്റെ മോഹനേട്ടനെ വണ്ടി ഇടിപ്പിച്ച് കൊന്നത് അവനാ. നിങ്ങളുടെ അച്ഛനെ കൊന്ന നിന്റെ ഭർത്താവിനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? സിദ്ധാർത്ഥനാണ് മോഹനേട്ടന്റെ കൊലപാതകി. അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അയ്യോ, മഹിട്ട, നമ്മുടെ സിദ്ധു അവനാണോ ദേവികയുടെ അച്ഛനെ? ഇല്ല, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കും അതിന് സാധിക്കുന്നില്ല. ശ്രീകല ആവർത്തിച്ച് പറയല്ലേ സിദ്ധു ആണ് അവളുടെ ഭർത്താവിനെ കൊന്നെന്ന്. ശ്രീകലയ്ക്ക് സിദ്ധുവിനെ മനസ്സിലാവത്തോണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മുടെ മോൻ അറിഞ്ഞുകൊണ്ട് ഒരു ഉറുമ്പിനെ പോലും കൊല്ലില്ലെന്ന് ശ്രീകലയ്ക്ക് അറിയില്ല. മാത്രമല്ല, ഡ്രൈവിംഗിൽ നല്ല നിയന്ത്രണമുള്ളവനാ സിദ്ധു. പെട്ടെന്നൊന്നും അവൻ ഓടിക്കുന്ന വാഹനം അപകടത്തിൽപ്പെടാൻ സാധ്യതയില്ല. അന്ന് അവൻ്റെ കാർ ആക്സിഡന്റ് പെട്ടത് ചിലപ്പോ ആ ബ്രേക്കിന് മറ്റു തകരാറ് സംഭവിച്ചുകൊണ്ടായിരിക്കാം. പെട്ടെന്ന് ഇതുപോലെ തകരാറ് എന്തെങ്കിലും ഉണ്ടായാൽ സിദ്ധുവിന് എന്ത് ചെയ്യാനാണ്? സിദ്ധുവിനെ തന്നെ തലനാരിക വ്യത്യാസത്തിലാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ പിന്നെ സിദ്ധു കാരണമാണ് ദേവികയുടെ അച്ഛൻ മരണപ്പെട്ടതെന്ന് ശ്രീകല എത്ര ആവർത്തിച്ച് പറഞ്ഞാലും നമുക്കത് അംഗീകരിക്കാൻ സാധിക്കുമോ? നമ്മുടെ മകൻ എന്നുള്ള സെന്റിമെന്റ്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ. സാഹചര്യം വെച്ച് ചിന്തിച്ചാലും സിദ്ധുവിനെ ഒരിക്കലും പ്രതിസ്ഥാനത്ത് നിർത്താൻ പറ്റില്ല. ഇത് നമുക്ക് പരസ്പരം പറയാവുന്നല്ലാതെ ശ്രീകല എങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തും? നമ്മൾ പറയുന്നൊന്നും കേൾക്കാൻ ശ്രീകല തയ്യാറല്ലല്ലോ. ഒരു ദിവസം കൊണ്ടൊന്നും ലോകം അവസാനിക്കില്ലല്ലോ ജാനകി. ഈ വിഷമമൊക്കെ നമുക്ക് സഹിക്കാം. സമയം വരട്ടെ. സാവകാശം നമുക്കെല്ലാം ശ്രീകലെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ശ്രീകലെ മാത്രമല്ല, ദേവികയും പറഞ്ഞു ബോധ്യപ്പെടുത്തണം. അവളുടെ അച്ഛനെ കൊന്നത് സിദ്ധു ആണെന്നുള്ള ധാരണ ഇപ്പൊ ദേവികയുടെ മനസ്സിലും പതിഞ്ഞിട്ടുണ്ടാവും. ആ ധാരണയോടെ അവൾ എങ്ങനെ സിദ്ധുവിനൊപ്പം കഴിയും? ദേവികയോടായാലും ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട. ഈ നേരത്ത് നമ്മളിതൊക്കെ വിശദീകരിക്കാൻ ചെന്നാൽ ദേവിക ശരിക്കും അത് ഉൾക്കൊള്ളണമെന്നില്ല. ദേവികയുടെ അച്ഛന്റെ മരണത്തെക്കുറിച്ച് മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ ദേവികയെ സിദ്ധുമായുള്ള വിവാഹം ഒഴിവാക്കായിരുന്നു, അല്ലേ മഹേട്ട? സിദ്ധുവും ദേവികയും തമ്മിലുള്ള വിവാഹം നടത്തിയത് തെറ്റായി പോയോന്നൊരു സംശയം. ഇതെല്ലാം വിധിയാണ് ജാനകി, അനുഭവിച്ചേ മതിയാവും. ദേവിക സിദ്ധുവിനെ വിട്ടു പോവുമോ മഹേട്ട? പോയാലും എന്ത് പറഞ്ഞ് നമ്മൾ ദേവികയെ തടയും?
മോഹനേട്ടനെ വണ്ടി ഇടിപ്പിച്ച് കൊന്നത് അവനാ. നിങ്ങളുടെ അച്ഛനെ കൊന്ന നിന്റെ ഭർത്താവിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? സിദ്ധാർത്ഥനാണ് മോഹനേട്ടന്റെ കൊലപാതകി. അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. മാലാകെ മാലാകെ, എനിക്ക് വിശക്കുന്നു. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ താ. എണീറ്റ് വാ മാലാകെ. മാലാകെ എണീറ്റ് ഒന്ന് വയറി തന്നാലേ ഞാൻ കഴിക്കുള്ളൂ കേട്ടോ. എണീറ്റ് വാ മാലാകെ. ഞാൻ പറയണ മാലാകെ കേൾക്കണില്ലേ? എന്താ പറ്റിയേ? എണീറ്റ് വന്നേ. എണീറ്റ് വാ മാലാകെ, എനിക്ക് വിശക്കുന്നു. ഞാൻ ഇത്രയും വിളിച്ചിട്ട് എന്താ മാലാകെ വിളിയാക്കത്തെ? വാ, എണീറ്റ് വന്നേ. വാ മാലാകെ, വാ വന്നേ. വാ, എണീറ്റ് വാ. വന്നേ, എണീറ്റ് വാ മാലാകെ. എനിക്ക് വിശക്കുന്നു. സിദ്ധു, നീ എന്തിനാ വെറുതെ ദേവിക ശല്യപ്പെടുത്തുന്നത്? നിന്നോട് ചോദിച്ച കേട്ടില്ലേ? എനിക്ക് വിശക്കുന്നു. എനിക്ക് ഫുഡ് തരാൻ പറഞ്ഞിട്ട് മാലാക കേൾക്കണ പോലുമില്ല. മാലാകയ്ക്ക് എന്താ പറ്റിയേ? മാലാക ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. നിനക്കിപ്പോ ആഹാരമല്ലേ വേണ്ടത്? അത് ഞാൻ തരാം. നീ ദേവിക ശല്യം ചെയ്യാതെ. വേണ്ട, എനിക്ക് മാലാക തന്നാ മതി. സിദ്ധു പറയുന്നത് കേൾക്ക്. ഇല്ല, ഞാൻ കേൾക്കൂല. എനിക്ക് മാലാക തന്നെ തരണം. സിദ്ധു, നീ വെറുതെ വാശി പിടിക്കല്ലേ മോനെ. ദേവിക കുറച്ചു നേരം ഇവിടെ സ്വസ്ഥായിട്ടിരിക്കട്ടെ. നീ എന്റെ കൂടെ വാ, നിനക്ക് അമ്മ ആഹാരം തരാം. വേണ്ട വേണ്ട, എനിക്ക് ആഹാരം മാലാക തന്നാ മതി. സിദ്ധു എടാ പറയുന്നത് കേൾക്ക്. എടാ നീ അനുസരണ കാണിക്കേ. നീ വാ. ഇല്ല, വരാൻ ഞാൻ വരില്ല. മാലാക എനിക്ക് വിശക്കുന്നു. വാ, എന്നെ വിട്. കയ്യിന്ന് വിട്. ഇങ്ങോട്ട് മാലാക ഇല്ലാണ്ട് ഞാൻ എങ്ങോട്ടും വരില്ല. അമ്മേ മാലാക, പറയുന്ന അനുസരിക്കുന്നുണ്ടോ? വാ. എനിക്ക് ദേഷ്യം വരും. എനിക്ക് ദേഷ്യം വരുവേ. ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിലേ നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം. നീ ഇങ്ങനെ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിലേ ദേവികയെ ശല്യപ്പെടുത്തിയ ദേവിക നിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ഈ വീട് വിട്ടിറങ്ങിപ്പോവും. എന്നേക്കുമായി. അത് വേണോ? മാലാക ഇവിടുന്ന് പോവോ? ആ, നീ ദേവിക എങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ദേവിക പോവും. മാലാക എന്നെ വിട്ടിട്ട് പോവോ? എന്നെ വിട്ടിട്ട് പോവല്ലേ മാലാക, എങ്ങോട്ടും പോവല്ലേ. എടാ നിന്റെ മാലാക നിന്നെ വിട്ട് പോകാതിരിക്കണമെങ്കിൽ നീ ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം. നീ ദേവികയെ ശല്യപ്പെടുത്തരുത്. അനുസരിക്കാം, അച്ഛനമ്മയും പറയുന്ന എല്ലാം അനുസരിക്കാം. പക്ഷെ മാലാക ഞാൻ ശല്യപ്പെടുത്തേയില്ല. മാലാക എന്നെ തനിച്ചാക്കിട്ട് എവിടെയും പോവല്ലോ കേട്ടോ. പോവോ മാലാക? കുട്ടന്റെ കാര്യത്തിൽ ദേവിക ധൃതി പിടിക്കണ്ട. ഇനി കുട്ടൻ ദേവിക ശല്യപ്പെടുത്തില്ല, അല്ലേ സിദ്ധു? ആ, ഇല്ല ഇല്ല, ഞാൻ ശല്യപ്പെടുത്തില്ല. ഈ കുടുംബം മുഴുവൻ ദേവികയോടൊപ്പം ഉണ്ടാവും. തീരുമാനം എടുക്കേണ്ടത് ദേവിക. ദേവിക നല്ലൊരു തീരുമാനം എടുക്കണം. ആലോചിച്ച് വളരെ സാവധാനം തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത്. ദേവിക ഒന്ന് ആലോചിക്കുക. ആ, സിദ്ധു വാ. ആരുടെ ശല്യമില്ലാതെ ദേവിക കുറച്ചു നേരം തനിച്ചിരിക്കട്ടെ. വാ. മോനെ, മോന്റെ മാലാക്ക ഇപ്പൊ വല്ലാത്ത വിഷമത്തിലാണുള്ളത്. അത് മോൻ മനസ്സിലാക്കണം. മാലാക എന്തിനാ വിഷമിച്ചിരിക്കണേ? മാലാകയുടെ അമ്മ ഇവിടെ വന്ന് മാലാക ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാ? അല്ല, ഈ മാലാകയുടെ അമ്മ എന്തിനാ ഇവിടെ വന്ന് വഴക്കൂടിയേ? അച്ഛാ, ദേ അമ്മ കരയണു.
അമ്മ എന്തിനാ കരയണേ? മാലാക സങ്കടപ്പെട്ടിരിക്കണോണ്ടാണോ അമ്മ കരയണേ? ഏയ് ഒന്നുമില്ലടാ, ഒന്നുമില്ല. മാലാഖ വിഷമിച്ചിരിക്കുകയാണെന്ന് മോന് മനസ്സിലായോ? എങ്കിൽ ഇനി മോനായിട്ട് മാലാഖയ്ക്ക് ഒരു പ്രയാസം ഉണ്ടാക്കരുത്. ഇല്ല. തൽക്കാലം മോൻ മാലാഖയുടെ മുറിയിലൊന്നും പോകാതെ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കണം. അപ്പോ എനിക്കിനി മാലാഖയുടെ റൂമിൽ പോകാൻ പറ്റൂല? ഞങ്ങൾ പറയുന്നത് വരെ മോൻ അവിടെ പോകണ്ട. നിന്നോട് എങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം എന്ന് എനിക്കറിയില്ല. ദേവിക്ക് നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണ്ട സമയം ഇത്. അവൾ അവളുടെ ജീവിതം നിനക്ക് വേണ്ടി സമർപ്പിച്ചതിന് പകരം അവളെ സഹായിക്കേണ്ട സമയം. നീ പറഞ്ഞതൊക്കെ സിദ്ധുവിന് എങ്ങനെ അറിയാനാ ജാനകി? മോൻ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, മാലാഖയെ ശല്യപ്പെടുത്താതിരുന്നാ മതി. ഇനി ഞാൻ ഒരിക്കലും മാലാഖയെ ശല്യപ്പെടുത്തൂല അച്ഛാ. നല്ല കുട്ടിയായിട്ട് ഞാൻ ദേ ഇവിടെ ഇരുന്നോളാം. എന്താ അമ്മ പോരെ? മതിയടാ, അത് മതി. ശ്രേയല്ലേ, എന്തൊക്കെ പറഞ്ഞാലും ന്യായീകരിക്കാനാവാത്ത പ്രവൃത്തിയാ നീ ഇന്ന് പൊന്നാരം തോട്ടത്ത് പോയി കാണിച്ചത്. നിനക്കെന്താ മനോനില തെറ്റിപ്പോയോ? മോഹനം മരിച്ചത് ഒരു കാറപകടത്തിലാണെന്ന് മാത്രമേ ഞങ്ങൾക്കെല്ലാം അറിയൂ. അതെങ്ങനെയാ സംഭവിച്ചതെന്ന് ആകെ അറിയാവുന്ന ഒരേ ഒരാൾ നീയാ. അതുകൊണ്ട് നീ പറയുന്ന സത്യമായിരിക്കും, ഞാൻ വിശ്വസിക്കുന്നു. മോഹനന്റെ മരണത്തിന് ഉത്തരവാദി സിദ്ധാർത്ഥൻ തന്നെ ആയിരിക്കാം. ആയിരിക്കാമെന്നല്ല, ആണ്. സിദ്ധാർത്ഥൻ തന്നെയാണ് മോഹനേട്ടന്റെ കൊലപാതകി. അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എനിക്കതിൽ യാതൊരു പിഴവും പറ്റിയിട്ടില്ല. ശരി, സമ്മതിച്ചു. പക്ഷെ അതിപ്പോ പൊന്നാരം തോട്ടത്ത് പോയി വിളിച്ചു പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അതിലെന്താ കുഴപ്പം? അതിലെന്താ കുഴപ്പമെന്ന്? ശ്രീയല്ലേ, നീ ഇങ്ങനെ മുന്നും പിന്നും നോക്കാതെ സിദ്ധാർത്ഥനാണ് മോഹന്റെ കൊലപാതകം എന്ന് വിളിച്ചു പറഞ്ഞാ തകരുന്നത് ഈ വീട്ടിലെ 3 പെൺകുട്ടികളുടെ ജീവിതമാണ്. അത് നീ മറന്നുപോകരുത്. ദേവിയേക്കുണ്ടായ ഈ വിധിയില് എന്റെ നെഞ്ച് നെരുപ്പോട് പോലെ പുകയ. പക്ഷേ ഞാനത് പുറത്ത് കാണിക്കാറില്ല. മോളെ, എല്ലാം നമ്മളിപ്പോ ഉള്ളിലൊതുക്കി കഴിയുന്ന ശ്രീയല്ലേ നല്ലത്. നീ അത് ശ്രദ്ധിക്കണമായിരുന്നു. ഇപ്പോ എല്ലാം കൈവിട്ടു പോയ സ്ഥിതിക്ക് എന്ത് സംഭവിക്കുന്ന ഒരു ഊഹവുമില്ല. നമ്മുടെ കുട്ടികളുടെ ജീവിതം തകരാതിരുന്ന മതിയായിരുന്നു. തകരുന്നെങ്കിൽ തകരട്ടെ, അതിൽ എനിക്ക് ഒരു മനസ്താപവും ഇല്ല. ദേവികയുടെ ജീവിതം തകർന്നില്ലേ? ഒരു ഭ്രാന്തിന്റെ കൂടെ പൊറുക്കുന്നവക്ക് എന്ത് ജീവിതം ഉള്ളത്? ഭ്രാന്ത് മാത്രമല്ലല്ലോ അവൻ, അവളുടെ അച്ഛന്റെ കൊലപാതകിയും കൂടെ അല്ലേ? ആ കൊലപാതകിക്കൊപ്പം അവൾക്കിനി എത്ര കാലം ജീവിക്കാൻ പറ്റും? അല്ല, ഇനി അവൾക്കത് സാധിക്കോ? ഇല്ല, അവൾ അവനെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ വരും. അവൾ ഇവിടെ വരണം. അതും കൂടി മുന്നിൽ കണ്ടിട്ട് തന്നെയാ ഞാൻ എല്ലാം വിളിച്ചു പറഞ്ഞത്. ശ്രീയല്ലേ, ആ കൊലയാളിക്കൊപ്പം ജീവിക്കുന്നതിനേക്കാൾ ഭേദം അവൾ ഇവിടെ വന്ന് എന്റെ കൂടെ ജീവിക്കുന്നതാ. ശ്രീയല്ലേ, നീ ഇങ്ങനെ ഭ്രാന്ത് പറയരുത്. നിന്റെ ഈ എടുത്തിയാട്ടം കൊണ്ട് ഒന്നിനും പരിഹാരം ഉണ്ടാവാൻ പോകുന്നില്ല. പരിഹാരമില്ലെന്ന് ആര് പറഞ്ഞു അച്ഛനോട്? ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ട്. ഒരു പരിഹാരമേ ഉള്ളൂ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ തീരുമാനം അറിഞ്ഞിട്ട് വേണം ഇനി എല്ലാവരും കൂടെ ചേർന്ന് അതിന് തടയിടാൻ. അതുകൊണ്ട് തൽക്കാലം ഞാനായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവരും അത് കണ്ടറിഞ്ഞാ മതി. ആ, തീരുമാനമെടുക്കുന്നത് കൊള്ളാം. പക്ഷേ നീ എന്ത് പ്രവർത്തിച്ചാലും അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ മക്കളാണെന്ന് നിനക്ക് ഓർമ്മ വേണം. ശ്രീകല ചെയ്തത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നമ്മുടെ കുട്ടികളെയാ പൊന്നാരം തോട്ടത്തുകാര് കള്ളികളാക്കിയത്. അവര് ചെയ്തത് മഹാ അപരാധം തന്നെയാ.
അതിന് ശ്രീകല മറുപടി കൊടുത്തത് കണക്കായിപ്പോയി. അച്ഛൻ അവരെ ന്യായീകരിച്ചുകൊണ്ട് പലതും പറയും. പക്ഷേ ശ്രീകല അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. അല്ല, നിങ്ങൾ പറയുന്നത് മുഴുവനും ഞാൻ കേട്ടൊന്നുമില്ല. എങ്കിലും ശ്രീകല അവിടെ ചെന്ന് തകർത്തടുക്കിയെന്ന് എനിക്ക് മനസ്സിലായി. വിടരുത് ശ്രീകലെ, നമ്മൾ അവരെ വിടരുത്. നമ്മളെ നാണം കെടുത്തിയവരെ വെറുതെ വിടാൻ പാടില്ല. കിട്ടുന്ന അവസരം ഉപയോഗിച്ച് അവർക്കിട്ട് നമ്മൾ പണി കൊടുക്കണം. സിന്ധു മോനെ, അല്ല മോൻ എന്താ ഇവിടെ തനിച്ചിരിക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? മോൻ എന്താ ഇവിടെ തനിച്ചിരിക്കുന്നേന്ന്? അല്ല, മോനെപ്പോഴും മോന്റെ മാലാഖയോടൊപ്പം ഇരിക്കാറ്. ഇപ്പൊ എന്തു പറ്റി? എന്നോട് മാലാഖയുടെ അടുത്ത് പോരുതെന്ന് അച്ഛനമ്മ പറഞ്ഞേക്കണേ. അതെന്താ അച്ഛനും അമ്മ അങ്ങനെ പറഞ്ഞത്? മാലാഖ ഇവിടെ വിഷമിച്ചിരിക്കുന്ന മാലാഖയെ ശല്യപ്പെടുത്തിയോ മാലാഖ ഇവിടുന്ന് പോകുന്നു പറഞ്ഞു. ഏയ്, അത് മോനോട് അച്ഛനമ്മയും വെറുതെ പറഞ്ഞതാ. വെറുതെ പറഞ്ഞാണോ? ആണ് മോനെ. മോന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ മാലാഖ? ആ, ബെസ്റ്റ് ഫ്രണ്ടിന് വിഷമം വന്നാൽ അവരുടെ കൂടെ ഇരുന്ന് സമാധാനിപ്പിക്കുകയല്ലേ വേണ്ടത്? മോൻ മാലാഖയോട് വർത്താനം പറഞ്ഞാ മാലാഖയുടെ വിഷമമൊക്കെ മാറില്ലേ? ഏയ്, വിഷമം മാറും. ഇല്ലെങ്കിൽ വിഷമം താങ്ങാനാകാതെ മാലാഖ ഈ വീട് വിട്ടു പോവും. ഞാൻ മാലാഖയോട് വർത്താനം പറഞ്ഞില്ലെങ്കിൽ മാലാഖ വീട് വിട്ട് പോവോ? പിന്നല്ലാതെ പോവും. ദേ, മോൻ വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ മാലാഖ വീട് വിട്ടു പോകുന്ന ഉറപ്പല്ലേ? ദേ, മാലാഖ പോയാ പിന്നെ ഇങ്ങോട്ട് വരില്ല കേട്ടോ. വേണ്ട, മാലാഖ പോണ്ട. എന്റെ മാലാഖ ഞാൻ വിടൂല. മാലാഖ എപ്പോഴും എന്റെ ഒപ്പം വേണം. മാലാഖ പോകാതിരിക്കണമെങ്കിലേ മോൻ മാലാഖയുടെ അടുത്ത് പോയി മിണ്ടണം. മാലാഖയുടെ അടുത്ത് പോവരുതെന്നല്ല അച്ഛനമ്മ പറഞ്ഞേക്കണേ. അതൊന്നും സാരമില്ല. അച്ഛനോടും അമ്മയോടും ഞങ്ങൾ പറഞ്ഞോളാം. അതെ, മോൻ ചെല്ല്. ചെന്ന് മാലാഖയോട് ഇപ്പൊ തന്നെ സംസാരിക്കും. ചെല്ല്. ആ, ഞാനിനി എന്ത് ചെയ്യും? എന്ത് തീരുമാനം എടുക്കേണ്ടത്? എന്തിനാ ദൈവം എന്നെയും കുട്ടനെയും തമ്മിൽ കൂട്ടിച്ചേർത്തത്? ഇങ്ങനൊരു വിവാഹം നടത്തി തീർത്തത്? അച്ഛന്റെ കൊലയാളിയാണ് കുട്ടനെന്ന് ഒരു സൂചന പോലും ഈശ്വരൻ തന്നില്ലല്ലോ. അച്ഛന്റെ ജീവനെടുത്ത ഒരാളോടൊപ്പം ഞാൻ എങ്ങനെ ജീവിക്കും? കുട്ടനെ വെറുക്കാനും എനിക്ക് സാധിക്കുന്നില്ലല്ലോ. അറിയില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. മാലാഖേ, ഞാൻ വീണ്ടും വന്നല്ലോ. എനിക്ക് മാലാഖയോട് മിണ്ടാണ്ടിരിക്കാൻ പറ്റണില്ലോ. മാലാഖ പറ, നമുക്ക് എന്തേലൊക്കെ മിണ്ടാന്നേ. എന്നോട് മിണ്ടും മാലാഖ. മാലാഖ എന്തേലും ഒന്ന് സംസാരിച്ചേ. ഇല്ലെങ്കിൽ കഥ പറ. എന്തേലും പറ മാലാഖ. പറ മാലാഖ. എന്തൊരു ശല്യമാ! ഒന്ന് പോവോ? ഇല്ല, ഞാൻ പോവൂല. എനിക്കെപ്പോഴും മാലാഖ എന്റെ കൂടെ വേണം. മാലാഖ എന്റെ കൂടെ സംസാരിക്കണം. വാ, നമുക്ക് ഈ ടോയ്സ് വെച്ച് കളിക്കാം മാലാഖ. വാ മാലാഖ, വാ. വല്ലാത്തൊരു ശല്യമായല്ലോ. അമ്മേ, എന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ ശല്യപ്പെടുത്തരുതെന്ന്? പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ?
എന്നെ ശല്യപ്പെടുത്താതെ ഇവിടെ ഇറങ്ങിപ്പോ. വാ മാലക കളിക്കാന്ന്. ശ്ശെ, പറഞ്ഞാലും മനസ്സിലാവില്ലേ? കടന്നു പോവാനാ ഞാൻ പറയുന്നേ. അമ്മ കണ്ടില്ലേ, അവൾ സിദ്ധുവിനെ പെടാപ്പാട് പെടുത്തുന്നത് അമ്മ കണ്ടില്ലേ? എന്നെ ശല്യപ്പെടുത്താതൊന്ന് പോ സിദ്ധു. ദേവികേ, എടി നീ എന്താടി സിദ്ധുവിനോട് കാണിക്കുന്നേ? നീ അവനെ വേദനിപ്പിക്കുകയാണോ? മുത്തശ്ശി, ഞാൻ നിന്റെ അച്ഛനെ കൊന്നവനെന്ന നിലയിലാണോ നീ എന്റെ കൊച്ചുമോന്റെ നേരെ വാളെടുക്കുന്നത്? നിന്റെ അച്ഛനെ കൊന്നത് സിദ്ധു ആണെന്ന് നിന്റെ അമ്മ പറഞ്ഞ അറിവ് മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ തെളിവൊന്നുമില്ലല്ലോ. അതെ, അത് അമ്മ ചോദിച്ചത് ചോദ്യം. സിദ്ധുവാണ് ദേവികയുടെ അച്ഛനെ കൊന്നതെന്നതിന് എന്ത് തെളിവാണുള്ളത്? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലീസുകാരത് കണ്ടുപിടിക്കുമായിരുന്നല്ലോ. ഏതായാലും കാര്യങ്ങൾക്ക് വ്യക്തത വരും മുമ്പേ സിദ്ധുവിനോട് കണ്ണിച്ചോരല്ലാതെ ദേവിക പെരുമാറുന്നത് മഹാകഷ്ടമാണ്. സങ്കടവാ. അമ്മയ്ക്ക് ഇത് കണ്ടിട്ട് ഒരു സങ്കടം തോന്നുന്നില്ലേ? തോന്നുന്നില്ലേന്നോ? എന്റെ കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ടേ എന്റെ ചങ്കു പിടയ്യ.